RSS കൂടിക്കാഴ്ചയിൽ ADGPക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് DGPയുടെ റിപ്പോർട്ടിലുള്ളത്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമോ അതോ സസ്പെൻഡ് ചെയ്യുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. എന്നാൽ ക്ലിഫ് ഹൌസിലേത് പതിവ് കൂടിക്കാഴ്ച മാത്രമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. ശ്രീജിത്തും റോഷിപാലും വിവരങ്ങളുമായി. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇപ്പോൾ വീണ്ടും നാടകീയത തുടരുകയാണല്ലോ. ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന കിട്ടുന്നു. ഇന്നലെ രാത്രി വൈകി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ കയ്യിലെത്തുന്നു. അത് മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാനാകുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് തീരുമാനം പ്രതീക്ഷിക്കാമോ? ഇന്നലെ വൈകുന്നേരത്തോടെ പ്രത്യേക ദൂതൻ വഴി സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയോ എന്ന കാര്യം ഇനി അറിയാനുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ വന്നാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ചും CP അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളെ നേരത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. നാളെ നിയമസഭയിൽ നിർണായകമായ ഈ പ്രതിപക്ഷത്തിന് ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ, അത്തരം ഒരു ആശങ്കയുള്ളതിനാൽ ഇന്ന് തന്നെ ഒരു നടപടി വേണമെന്ന ആവശ്യവുമുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് നടപടി വേണമെന്ന് CP ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ വന്നു എന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന അവിടെയൊക്കെ പോലീസ് മേധാവി എത്തുന്ന തരത്തിൽ വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇത്തരം ചർച്ചകളെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാടെ നിഷേധിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും മറ്റ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഔദ്യോഗിക ബസ്സിലെത്തി മുഖ്യമന്ത്രിയെ കാണുന്നത് ദൈനംദിന ഭരണനിർവഹണ നടപടിയുമായി ബന്ധപ്പെട്ട സാധാരണ കാര്യമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശരിയുമാണ്. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയോ മറ്റ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോ മുഖ്യമന്ത്രിയെ കാണുന്നത് സാധാരണയുള്ള കാര്യമാണ്. അങ്ങനെ എപ്പോഴും നടക്കാറുള്ള കാര്യവുമാണ്. എന്നാൽ ഇപ്പോൾ ഈ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രി മുന്നിലേക്ക് വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം കൂടിക്കാഴ്ചകൾക്ക് ഒരു അമിതമായ വാർത്താ പ്രാധാന്യം കൈവരുന്നത്. എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാടെ നിഷേധിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം അവിടെ ചർച്ച നടക്കുന്നു എന്ന തരത്തിൽ വാർത്ത സൃഷ്ടിക്കുന്നത് മാധ്യമ ധാർമ്മികതയ്ക്കോ മര്യാദയ്ക്കോ ചേർന്നതല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇപ്പോഴത്തെ അറിയിപ്പ്. നാളെ സഭാ സമ്മേളനം തുടങ്ങുകയാണ്. പ്രതിപക്ഷം ഇതൊരു പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഘട്ടത്തിൽ ഇന്ന് തന്നെ നടപടിയിലേക്ക് പോകാനല്ലേ സാധ്യത കൂടുതൽ? നാളെ സഭ തുടങ്ങും മുമ്പ് കാര്യങ്ങളിൽ ഒരു തീരുമാനം വേണമെന്ന് തന്നെയല്ലേ CPIയും ആവശ്യപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, സാധാരണ രാഷ്ട്രീയ യുക്തിക്കും സാമാന്യ യുക്തിക്കും അനുസരിച്ച് ഇന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സഭാതലത്തിൽ നാളെ ശൂന്യവേളയിലും മറ്റും പ്രതിപക്ഷം ഈ ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ സഭയ്ക്കകത്ത് ഈ വിഷയം വരുമ്പോൾ നേരത്തെ തന്നെ ഈ വിഷയങ്ങൾക്ക് തടയിടുക അല്ലെങ്കിൽ അതിനൊരു പ്രതിരോധം തീർക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ നടപടി എടുക്കുന്നതാണ് ഉചിതമെന്ന് CP അടക്കമുള്ള ഘടകകക്ഷികൾ കരുതുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് വസ്തുത. റിപ്പോർട്ട് വരാതെ ഒരു തരത്തിലുള്ള നടപടിയും കഴിയില്ല എന്ന് നേരത്തെ തന്നെ ചർച്ചയിലും മറ്റും മുഖ്യമന്ത്രി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിലും ആ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. ആ നിലപാട് ശരിയാണെന്ന് മുഖ്യമന്ത്രി സമർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഒരുപക്ഷെ മറ്റൊരു സാധ്യതയുള്ളത് നാളെ സഭാതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അടിയന്തര പ്രമേയ നോട്ടീസും മറ്റും വരികയാണെങ്കിൽ സഭയിൽ നാടകീയമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം സഭാതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനൊപ്പം ഏറ്റവും ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം ആയി അതിനെ പ്രയോജനപ്പെടുത്തുമോ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ശരി, റോഷിപാൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലുണ്ട്. റോഷിപാൽ, അവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലുള്ള ഒരു ചർച്ചയുടെ അന്തരീക്ഷമാണോ? ഈ ഒരു സാധാരണ കൂടിക്കാഴ്ചകൾ മാത്രം എന്ന് പറയുന്നു, പക്ഷേ DGP അല്പസമയത്തിനകം എത്തുമെന്നുള്ള സൂചനകളുമുണ്ട്. എന്താണ് അവിടെ കാണാനാകുന്നത്? സ്മൃതി, ADGP MR അജിത് കുമാറിനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബ് സർക്കാരിന് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈവശം ഇന്ന് ഹോം സെക്രട്ടറി നൽകിയെന്ന വിവരങ്ങളാണ്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേർ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയതും. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ്, ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ. ഈ ഒരു കൂടിക്കാഴ്ച അത് സാധാരണ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയായതും. കാരണം ADGPക്കെതിരെയുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനടക്കം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ
റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അതിൻ്റെ തുടർ നടപടികളും മറ്റും ചർച്ച ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ അത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർന്നിട്ടും നടപടി വൈകിപ്പിക്കുന്നത് അത് പ്രതിപക്ഷം ആയുധമാക്കുന്നു. ഘടകകക്ഷിയായ CPI തന്നെ വലിയ വിമർശനവുമായി പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. കാര്യങ്ങൾ അത്ര അനുകൂലമല്ല എന്ന് സൂചന നൽകുന്ന ഒരു കാര്യം ഇന്നലെ സംഭവിച്ചത് ഈ ശബരിമല അവലോകന യോഗത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നുള്ളതല്ലേ? സാധാരണഗതിയിൽ അതിന് ആ യോഗത്തിന് നേതൃത്വം വഹിക്കേണ്ട മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്തിരിക്കേണ്ട വ്യക്തി ഇന്നലത്തെ യോഗത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ഇന്നലെ വരേണ്ടതില്ല എന്ന നിർദ്ദേശം പോയി എന്നാണല്ലോ നമുക്ക് പുറത്തു വരുന്ന സൂചന. അപ്പോൾ അത് ഒരു സൂചനയായി എടുക്കാം അല്ലേ? സ്മൃതി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കാരണം ശബരിമല അവലോകന യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിളിച്ച അവലോകന യോഗമാണ്. അതിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കാണ് ഇതിൻ്റെ ശബരിമലയുടെ സുരക്ഷാ ചുമതലയുടെ അതിൻ്റെ ചീഫ് കോർഡിനേറ്റർ തന്നെ. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെ ആ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്, അതിന് കൃത്യമായ കാരണവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ADGPക്ക് കാര്യങ്ങൾ അനുകൂലമല്ല. പ്രത്യേകിച്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈവശം എത്തുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ഈ യോഗത്തിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയത് അത് തുടർ നടപടിയുടെ ഒരു സൂചനയായി തന്നെ വിലയിരുത്തപ്പെടുന്നുമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടെത്തി അത് വിശദമായി പരിശോധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നടപടിയെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഏതായാലും ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റും. അതിനപ്പുറത്തേക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടി ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. കാരണം നാളെ സഭാ സമ്മേളനം, പ്രതിപക്ഷം അവിടെ കൃത്യമായി സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി പ്രതികരിക്കും. കാരണം ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ഓരോ ആരോപണങ്ങളും അത് മുഖ്യമന്ത്രിയെ അതുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാകും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാകട്ടെ, ഒപ്പം തൃശ്ശൂർ പൂരം കലക്കിയതിൽ ADGP MR അജിത് കുമാറിൻ്റെ പങ്കാളിത്തം, ഒപ്പം ഓരോ വിഷയങ്ങളും അത് PV അൻവർ MLA തുടങ്ങിവെച്ച ആരോപണങ്ങൾ, പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് ഉയർത്തിവിട്ട മറ്റു പ്രധാനപ്പെട്ട RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള ആരോപണങ്ങൾ എല്ലാം സഭയിലെത്തുമ്പോൾ പ്രതിരോധം തീർക്കണമെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരെ പേരിനെങ്കിലും നടപടിയെടുക്കണം. മാത്രവുമല്ല CPI നേതൃത്വത്തിന് ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ നടപടി ഇനിയും ഏറെ വൈകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് ഉറ്റുനോക്കുന്നത്. സസ്പെൻഷൻ ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ അത്തരം വളരെ വിശദമായ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കാം ഒരുപക്ഷേ ഈ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ 3 ഉദ്യോഗസ്ഥന്മാർ എത്തിയത് എന്ന വിലയിരുത്തലുമുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാധാന്യമുണ്ട്. കാരണം അവധി ദിവസമാണ്. അവധി ദിവസം സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് തലേന്നായതുകൊണ്ട് ഇത്തരം കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് നാളെയൊക്കെ മുഖ്യമന്ത്രിക്ക് ആണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. നേരത്തെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷം നൽകിയപ്പോൾ അത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയിരുന്നു. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങളായിരുന്നു അതിൽ ഭൂരിഭാഗവും. നാളെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ദിവസമാണ് ചോദ്യങ്ങൾക്ക്. അതുകൊണ്ട് ഇത്തരം കൂടിക്കാഴ്ച ആ തരത്തിലും വ്യാഖ്യാനിക്കാം. എങ്കിൽ പോലും ഈ മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് ADGPക്കെതിരെയുള്ള റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് DGP തന്നെ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയ ഒരു സാഹചര്യവുമുണ്ട്. അധികം താമസിയാതെ തന്നെ DGP മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ വന്ന് കാണും എന്ന വിവരങ്ങൾ തന്നെയാണ്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി ഏത് സമയത്താവും കൂടിക്കാഴ്ച, ഏത് തരത്തിലുള്ള നടപടി ADGPക്കെതിരെ വരും എന്നതടക്കമാണ് നമ്മൾ ഈ ക്ലിഫ് ഹൗസ് പരിസരത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത്.